നിരവധി രാജാക്കന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ് ഭാരതം. അതിൽ മധ്യപ്രദേശിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ മഹലും മറ്റു പ്രകൃതിരമണീയമായ കാഴ്ചകളുമാണ് കാണാൻ പോകുന്നത്. നിങ്ങളും കൂടെ വരെയല്ലേ? പോകാം. കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് മധ്യപ്രദേശ്. അതിലൊരു പ്രധാനപ്പെട്ട കൊട്ടാരത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു രൂപരേഖ, ഒരു മാപ്പ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണ്, അതിൻ്റെ ഓരോ പൊസിഷനും, ഏതെല്ലാം പാലസുകൾ എവിടെയാണെന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കിടക്കുകയാണ്. നല്ല നടപ്പാതകൾ, ഇരുവശങ്ങളിലും ഗാർഡൻ വളരെ വൃത്തിയായി ചെയ്തിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അകത്തേക്ക് ചെല്ലുന്നത്. ഇതിന് ഷിപ്പ് പാലസ് എന്നുകൂടി പറയാറുണ്ട്. കപ്പലിൻ്റെ ആകൃതിയിൽ ഉള്ളതുകൊണ്ടാവണം അങ്ങനെ പറയാൻ കാരണം. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം. അവരുടെ പരിപാലനത്തിലാണ് ഈ കൊട്ടാരങ്ങളുടെ എല്ലാം തന്നെ കാണുന്നത്. അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ചട്ടക്കൂടും അവിടെ കാണാൻ സാധിച്ചു. നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി അവിടെ എത്തുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഉത്തരേന്ത്യക്കാരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആകർഷകമായി കണ്ടിട്ടുള്ളത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് മലയാളികൾ. ഞാൻ ആ നടപ്പാതയിലൂടെ നടന്നു. മനോഹരമായ ആ ഷിപ്പ് പാലസിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇരുവശങ്ങളിലുമാവുന്ന കാഴ്ചകൾ നമുക്ക് കണ്ണിന് ആനന്ദം നൽകുന്നതായിരുന്നു. മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി. എൻ്റെ കയ്യിലുള്ള മാപ്പും ആയി അതിനെ താരതമ്യം ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്തരം മഹലുകൾ പല ഭാഗങ്ങളിലായി ഇതിന് ചുറ്റുമുണ്ട്. പല കൊട്ടാരങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ വലിയ കൊട്ടാരം. ഇതിൻ്റെ എല്ലാ ചുറ്റുപാടിലും ഇത്തരം ചെറിയ ചെറിയ കൊട്ടാരങ്ങളാണുള്ളത്. ഇവിടെയെല്ലാം നമുക്ക് പോകണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഇടങ്ങളാണിതെല്ലാം. സഞ്ചാരികൾ കുറവല്ല, ധാരാളം സഞ്ചാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം അല്പം മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നമുക്ക് പോകണം. അവിടെ നിന്ന് വേണം ഏറ്റവും നല്ല വ്യൂസ് കിട്ടാനുള്ളത്. ഞാൻ മുകളിലേക്ക് എത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച താഴേക്ക് തന്നെയാണ്. ആ ഉദ്യാന പരിപാലനവും അതിനോട് ചേർന്നുള്ള ലേക്കും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. ആളുകൾ വളരെ വളരെ രസകരമായ കാഴ്ചകൾ കണ്ട് ഓരോ മഹലിനെയും സമീപിക്കുകയാണ്. ഈ സ്റ്റെപ്പുകൾ കയറിയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയത്. ഇനി നമുക്ക് ഓരോ മേൽഭാഗത്തുള്ള മഹലിൻ്റെ മുകൾ ഭാഗം കാണണം. ഇരുഭാഗങ്ങളിലുമായി ഇത്തരം വിശാലമായ ഹാളുകളുണ്ട്. ഈ ഹാളിൻ്റെ ഒരു വശം ഒരു തടാകമാണ്. മറ്റു ഭാഗത്തുള്ള ആ തടാകം പോലെ തന്നെ ഇതിന് ഈ വശത്തും ഒരു തടാകമുണ്ട്. അത് മനോഹരമായ കാഴ്ചയാണ്. ഈ തടാകത്തിന് രണ്ടിനും ഇടയിലാണ് ഈ കപ്പൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ജഗാസ് മഹലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുഭാഗത്തും ഇത്തരത്തിലൊരു കമാനമുണ്ട്. ഈ മകുടം ഏറ്റവും ശ്രദ്ധേയമായതാണ്. ഇത് ഈ കൊട്ടാരത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമായി കാണാം. ഇത് ഈ ഭാഗത്തുള്ള ജലാശയമാണ്. പലരും അവിടെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ തയ്യാറാവുന്നുണ്ട്. വീഡിയോയ്ക്ക് തയ്യാറാവുന്ന ഒരു ഫാമിലിയെ ഞാൻ കണ്ടു. ഇവർ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. എന്തോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതായിട്ട് തോന്നി. ഇവർ റീൽസിനോ മറ്റോ കാര്യത്തിനു വേണ്ടി പാട്ടുപാടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ റീൽസിൻ്റെ ഒരു ഭാഗം ഞാനും കൂടി പകർത്തിയെടുത്തു. ഹിന്ദിയിൽ ഒരു സോങ് ചെയ്തതിന് ശേഷം അതിൽ അഭിനയിക്കുകയാണ് അവർ. അതെല്ലാം ഒരുമിച്ച് കുടുംബ ഫാമിലിയായി വന്നിരിക്കുന്ന ആളുകളാണ്. വളരെ മനോഹരമായ ഈ ചിത്രങ്ങളും അതിൻ്റെ റീൽസും ഒക്കെ തയ്യാറാക്കാൻ എല്ലാവരും വളരെ കൗതുകത്തോടെ ചെയ്യുകയാണ്. ഈ കാണുന്ന പാലസ് താഴെയാണ്. ഇനി നമുക്ക് അവിടേക്കൊക്കെ പോകണം. ഏകദേശം ഒരു രൂപരേഖ മനസ്സിൽ കിട്ടി എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇത് അവിടുത്തെ ഒരു കിണറാണ്. ആ കിണറിന് മുമ്പിലൊരു പാലസാണ് ആ തൊട്ടു മുമ്പിൽ കാണുന്നത്. ഈ പാലസുകളിലേക്കൊക്കെ നമ്മൾ താഴെ പോകാൻ സ്റ്റെപ്പുകൾ ഇറങ്ങി ഞാൻ താഴേക്ക് എത്തുകയാണ്. മുഗൾ വാസ്തുശില്പ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. 1000 വർഷത്തോളം ഒരു രാജനഗരമായി മാറിയ മാണ്ഡുവിൻ്റെ പ്രധാന പാലസുകളിലൊന്നാണിത്. ഞാൻ താഴേക്ക് എത്തുകയാണ്. ഇനി താഴെ നിന്ന് ചെറിയ ചെറിയ കൊട്ടാരങ്ങളിലേക്ക് നമുക്ക് പോകണം. താഴെ ഈ പാലസിന് ചുറ്റുമായുള്ള വൃന്ദാവനം പോലുള്ള സ്ഥലങ്ങളാണിതെല്ലാം. ഉദ്യാന പരിപാലനത്തിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവർ.
വളരെ ഭംഗിയായി ഇത് പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പാലസിലേക്കാണ് നമുക്ക് അടുത്ത് പോകേണ്ടത്. ഹിന്ദോള മഹൽ. അതിൻ്റെ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഇതിലെ ഒരു ചെറിയ നടപ്പാതയുണ്ട്. സഞ്ചാരികൾ തനിയെ നിർമ്മിച്ചിട്ടുള്ള നടപ്പാതകളാണ്. അതിലൂടെ നമുക്ക് പോകുന്നു. കൊട്ടാര അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമ്മളെ പല കഥകളും രാജഭരണവും ഓർമ്മപ്പെടുത്തുന്നതാണ്. മനോഹരമായ ഈ ശില്പങ്ങളുടെ മുകൾ ഭാഗത്ത് മറ്റെന്തോ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മേൽക്കൂരകൾ ഇല്ലാതെ പോയിട്ടുണ്ടാവും. ഇതെല്ലാം മേൽക്കൂരകൾ ഒരു പക്ഷേ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാകണം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആ മേൽക്കൂരകൾ ഇല്ലാതെ പോയത്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഹിന്ദോള മഹൽ ആദ്യം കയറാൻ ആഗ്രഹിച്ചില്ല. കാരണം എന്നോടൊപ്പം ഉണ്ടായവരെല്ലാം ഇതെല്ലാം കണ്ട് അടുത്ത പോയിന്റിലേക്ക് എത്തിയിരുന്നു. ഞാൻ അവരിലേക്ക് എത്താൻ മഹൽ വിട്ടതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. ജഹാസ് മഹലിന് ചുറ്റുമാണ് ഈ ചെറിയ ചെറിയ മറ്റുള്ള മഹലുകളും ഉള്ളത്. നമ്മൾ അടുത്ത മഹലിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇത് ഗിയാസുദ്ദീൻ ഖിൽജിയാണ് നിർമ്മാണം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ നിർമ്മിതികൾ പിന്നീട് വന്ന രാജാക്കന്മാർ തുടർന്നു നിർമ്മാണം പൂർത്തിയാക്കി എന്നാണ് ചരിത്രരേഖകൾ നമ്മളെ അറിയിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലെ നിർമ്മിതികളാണ് ഇതെല്ലാം. ഈ മാണ്ഡു അഥവാ മാണ്ഡവ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാര നഗരത്തിന് ഏകദേശം 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത്. അതിൻ്റെ കൊട്ടാര സമുച്ചയമാണ് ഈ മലയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഹിന്ദോള മഹലിന് എതിർവശത്തായി മറ്റൊരു പാലസ് ഉണ്ട്, വാട്ടർ പാലസ്. അവിടേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. ഇതിന് മുന്നിലായി മനോഹരമായ ഒരു കിണർ. ആ കിണർ കൊട്ടാരത്തിൻ്റെ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇന്നും ജലാംശം വറ്റാതെ ഈ കിണർ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് രാജാക്കന്മാരുടെ ദീർഘവീക്ഷണത്തിനുള്ള തെളിവാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. ജലാംശം വറ്റാതെ നിൽക്കുന്ന ഈ കിണർ നമ്മളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. ജീർണത കൊണ്ട് ഭിത്തികൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കരിങ്കല്ലും ചെമ്മണ്ണും കൊണ്ടുള്ള ആ നിർമ്മിതി ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ഇവിടെ ജലാശയം കെട്ടി നിൽക്കുന്ന ഒരു ജലാശയമാണ്. ഇപ്പോൾ ജലാംശമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്തഃപുര സ്ത്രീകൾക്ക് കുളിക്കാനും മറ്റുമായി സംവിധാനം ചെയ്തിട്ടുള്ളതാകണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാലും ഇതിൻ്റെ മറുഭാഗത്തുള്ള തടാകം കാണാൻ സാധിക്കും. ആ തടാകത്തിൻ്റെ ഭാഗം കൂടി കണ്ടതിന് ശേഷം ഞാൻ ഹിന്ദോള മഹലിലേക്ക് കടക്കുകയാണ്. ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ എയർ കണ്ടീഷൻ റൂമിലേക്ക് കയറിയ ഒരു രീതിയിലാണ് തോന്നുക. കാലപ്പഴക്കത്താൽ ഇതിൻ്റെയും മേൽക്കൂരകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഈ ഹിന്ദോളൻ മഹലും കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അതൊരല്പം അകലെയാണ്. 72 കിലോമീറ്ററോളം അകലെയുള്ള ഓംകാരീശ്വർ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നർമ്മദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രം കാണാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഈ രാജഭരണത്തെയും ഈ രാജകൊട്ടാരത്തെയും രാജകുമാരിമാരെയെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി.